ഇന്നലെ നടന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും അതിരൂക്ഷ വിമർശനമാണ് സഖ്യ പാർട്ടികൾ ഉയർത്തിയത്. ബീഹാറിലടക്കം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേറ്റ പരാജയവും DMK ഇന്ത്യ മുന്നണി വിടാനിടയായ സാഹചര്യവുമെല്ലാം യോഗത്തിൽ ചർച്ചയായി. അദാനി ബന്ധത്തെ ചൊല്ലി കോൺഗ്രസും ഇടതു പാർട്ടികളും തമ്മിൽ ഇന്ത്യ സഖ്യയോഗത്തിൽ വൻ വാക്കേറ്റമാണ് ഉണ്ടായത്. കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അദാനിയുമായി കരാറിൽ ഒപ്പുവെച്ചതെന്ന് ഇടതു നേതാക്കൾ തിരിച്ചടിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. CPIM BJP ഡീൽ എന്ന് കേരളത്തിൽ പ്രസംഗിച്ചത് KPCC നൽകിയ വിവരങ്ങൾ പ്രകാരമാണെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. DMK സഖ്യം വിടുന്നത് ദൗർഭാഗ്യകരമാണെന്നും DMKയുമായി കോൺഗ്രസ് ചർച്ച നടത്തണമെന്നും സഖ്യകക്ഷികളെല്ലാം ആവശ്യപ്പെട്ടു. നിർണായക ബില്ലുകളടക്കം പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തക്കം പാർത്തിരിക്കുന്ന അസാധാരണ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത ആർക്കാവും ഗുണം ചെയ്യുക? രൂക്ഷമായ വിമർശനമാണ് ഇന്ത്യ മുന്നണി യോഗത്തിനകത്ത് ഉയർന്നത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് തേജസ്വി യാദവ് അവിടെ യോഗത്തിൽ പറഞ്ഞു. രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ഉറപ്പിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് കിട്ടിയില്ല എന്നും തേജസ്വി യാദവ് ചൂണ്ടിക്കാട്ടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ബന്ധപ്പെട്ടിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നും തേജസ്വി യാദവ് വിമർശിച്ചു. ബീഹാറിൽ പല മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമുണ്ടായെന്നും തേജസ്വി യാദവ് പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇന്ത്യ സഖ്യം തെരുവിൽ ഇറങ്ങണമെന്നും തേജസ്വി യാദവ് ആവശ്യപ്പെട്ടു. ഓരോ സംസ്ഥാനത്തും പ്രാമുഖ്യമുള്ള പ്രാദേശിക കക്ഷികളുടെ നേതൃത്വം കോൺഗ്രസ് അംഗീകരിക്കണമെന്ന് അഖിലേഷ് യാദവ് അവിടെ ആവശ്യപ്പെട്ടു. UP യിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ റദ്ദാക്കുന്നുവെന്നും അഖിലേഷ് യാദവ് ഈ യോഗത്തിനകത്ത് പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഒന്നിച്ചു ചേർത്തേണ്ടത് കോൺഗ്രസ് ആണെന്ന് ഒമർ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. DMK ഇന്ത്യ സഖ്യം വിട്ടുപോയത് ദൗർഭാഗ്യമാണെന്ന് യോഗത്തിലെ എല്ലാ കക്ഷികളും അഭിപ്രായപ്പെട്ടു. DMKയുമായി കോൺഗ്രസ് ചർച്ച ചെയ്യണമെന്നും അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നും ആവശ്യം അതിനകത്ത് ഉയർന്നു. നിതീഷ് കുമാർ സഖ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മൂന്നാം മോദി സർക്കാർ വരില്ലായിരുന്നുവെന്ന് തേജസ്വി യാദവും അഖിലേഷ് യാദവും പറഞ്ഞു. നിതീഷ് വിട്ടുപോയത് പോലെ DMKയുടെ കാര്യത്തിൽ ഉണ്ടാവരുത് എന്നും സഖ്യകക്ഷികൾ അതിനകത്ത് ആവശ്യപ്പെട്ടു. ഇത്രയുമാണ് നമ്മുടെ ഡാറ്റ ആയിട്ടുള്ളത്. യോഗത്തിനിടെ ഇടതുപക്ഷം ഇപ്പോൾ പഴയ ഇടതുപക്ഷമല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ D രാജ ചോദ്യം ചെയ്തെന്ന് ജോൺ ബ്രിട്ടാസ് MP ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അദാനിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് സർക്കാരാണെന്ന് യോഗത്തിൽ വിശദീകരിച്ചെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPMന് BJPയുമായിട്ട് ഒരു രഹസ്യധാരണ കേരളത്തിലുണ്ട് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപിച്ചതിനെ കുറിച്ചായിരുന്നു. ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് സാധാരണ കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളോ ഒക്കെ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇന്ത്യ ബ്ലോക്കിന്റെ മുഖങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ ഞങ്ങളുടെയും കൂടെ പിൻബലത്തോടുകൂടി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ പറയുന്നത്, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ത്യ സഖ്യം യഥാർത്ഥ സഖ്യമല്ലെന്നും അവർ പരസ്പരം പോരടിക്കുകയാണെന്നും ബീഹാറിൽ നിന്നുള്ള JDU MP സഞ്ജയ് ഝാ പറഞ്ഞു. ഇപ്പോൾ DMK എവിടെയാണെന്നും സഞ്ജയ് ഝാ ചോദിച്ചു. और हम लोगों ने देखा ये अलायंस कोई अलायंस नहीं है. एक दूसरे के खिलाफ लड़ते हैं, एक दूसरे के खिलाफ बोलते हैं, चुनाव में एक दूसरे के खिलाफ रहता है. अभी DMK पार्टी कहाँ चला गया? इंडिया अलायंस में आए थे वो लोग. ഇതാണ് ഇന്ത്യ മുന്നണി. 2 ദിവസമായിട്ട് വാർത്തകളിലുണ്ട്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു വലിയ സംവിധാനമാണ്. അതിനകത്തെ കക്ഷികളിൽ ഒരർത്ഥത്തിൽ സീറ്റെണ്ണമൊക്കെ നോക്കിയാൽ ഏറ്റവും ചെറിയ പാർട്ടിയാണ് CPMഉം CPIയും എന്ന് കാണാം. അത് വലിയ മറ്റു പാർട്ടികളൊക്കെ ചേർന്നൊരു വലിയ സംവിധാനം. പക്ഷേ എങ്കിലും കേരളത്തിൽ നിന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ CPMഉം CPIയും ഇവിടെ പ്രധാനപ്പെട്ട 2 കക്ഷികളായിട്ടുള്ള ആളുകൾ അതിനകത്തൊരു ബദൽ സ്വരം ഉയർത്തിയിരിക്കുന്ന ദിവസമാണിന്ന് ഇന്ത്യ സഖ്യത്തിനകത്ത്. പ്രത്യേകിച്ചും കോൺഗ്രസ് കൂടെ നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അതിൻ്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയുമായിട്ടാണ് ഇവരുടെ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണുക? അല്ല, ഈ ഇന്ത്യ സഖ്യം രൂപം കൊണ്ടതിന് ശേഷം നമ്മളെടുത്ത് പരിശോധിച്ചു, അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യമല്ല BJP അധികാരത്തിൽ വന്നതിന് ശേഷം 12 വർഷമായല്ലോ. ഇതിനിടയ്ക്ക് ഇന്ത്യ സഖ്യം എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിനെ തിരുത്താൻ തക്കവണ്ണമുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്താൻ തക്കവണ്ണമുള്ള ഇടപെടലുകൾ എപ്പോഴൊക്കെയാണ് ഉണ്ടായത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായത് ഒരുപക്ഷെ ഈ മൂന്നാമത് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കും. അങ്ങനെ ഒരു നേട്ടമുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരക്കേടില്ലാത്ത ഒരു പ്രതിപക്ഷമായി വരാനും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാനും ഒക്കെ ഇടയാക്കിയത് അങ്ങനെ ഒരു ഒരുമിച്ച് നിന്നുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ്. അതും പൂർണ്ണമായും ഫലപ്രദമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് അടുത്തൊരു റോളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായി. പക്ഷേ അതല്ലാതെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ എന്ത് സംഭവമാണ് ഉണ്ടായത്? അത് കർഷക സമരം മാത്രമാണ്. ആ കർഷക സമരത്തിൻ്റെ ആസൂത്രണം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അപ്പോൾ ഈ ആളുകളുടെ എണ്ണമല്ല പ്രധാനം,
എങ്ങനെയാണ് ഒരു പ്രതിരോധ സമരത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ അതിൽ ഇടത് പാർട്ടികളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ രൂപത്തിന് ഇങ്ങനെ ഇന്ത്യ മുന്നണി എന്ന പോലെയൊക്കെയുള്ള ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആ നിലയ്ക്ക് തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ബോധ്യത്തിൽ നിന്നാണ് ആദ്യഘട്ടം മുതൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പങ്കാളിയായി ഇടത് പാർട്ടികൾ ഉള്ളത്. പക്ഷേ പ്രശ്നം എന്താണ്, ഇത് പല ഘട്ടങ്ങളിലായി ചുരുങ്ങുകയാണല്ലോ. ഇപ്പം കോൺഗ്രസ്സിന് ശ്രദ്ധിക്കേണ്ട ഇടങ്ങൾ എന്നുള്ളത് അതിൻ്റെ എണ്ണം ചുരുങ്ങി വന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ പോലും 4 സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണമുള്ള പാർട്ടിയായി ചുരുങ്ങുന്നു. അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ഭരണം വളരെ പ്രധാനമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ, കേരളത്തിൽ CPM-ഉമായിട്ട് ഈ മുന്നണിക്കുള്ളിലെ 2 പാർട്ടികൾ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന, 2 അല്ല, CPI ഉണ്ടല്ലോ, CPM-ഉം CPI-യുമായി കോൺഗ്രസ് നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ നിന്നുള്ള ഫീഡ്ബാക്ക്, ഇവിടെ വിജയിക്കാൻ എന്ത് വേണം എന്നത് മാത്രമേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് എടുത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി CPI-നും CPI-ക്കും എതിരെ ഇവർ ഇടത് പാർട്ടികളല്ല എന്നും പിണറായി വിജയനെ എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യാത്തതെന്നും ഒക്കെ ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഈ ചോദ്യങ്ങളൊന്നും രാഹുൽ ഗാന്ധിയുടെ അല്ല. കേരളം വിട്ടാൽ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കുകയേയില്ല രാഹുൽ ഗാന്ധി. അല്ലാതെ പൊതുവായ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് ഇതെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ പോകുന്നിടത്തെല്ലാം ഇതൊക്കെ പ്രസംഗിക്കാമല്ലോ. പക്ഷേ ഇത് കേരളം വിട്ടാൽ പ്രസംഗിക്കുന്നില്ല. അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന വിവരങ്ങളാണ്, കേരളത്തിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളും കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന വിവരങ്ങളുമാണ്. അത് സത്യസന്ധമായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തല്ലോ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ നിന്ന് കിട്ടിയ നേതാക്കൾ പറഞ്ഞ വിവരങ്ങളാണ്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എന്താ കാരണം എന്നറിയാമോ? നമ്മളാണ് ഇടതുപക്ഷം എന്ന് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മിക്കവാറും VD സതീശനോ മറ്റോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിനൊരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ട ഇടപെടൽ നടത്തിക്കൊണ്ട് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അടക്കം ബോധ്യപ്പെടുത്തി അവർ പ്രചാരണത്തിൽ ആവർത്തിച്ച് ഉപയോഗിച്ച ഒരു സംഗതിയാണ് നമ്മളാണ് ഇടതുപക്ഷം എന്നുള്ളത്. ഇവിടുത്തെ ഇടതുപക്ഷം യഥാർത്ഥ ഇടതുപക്ഷമല്ല, നമ്മളാണ് ഇടതുപക്ഷം. അത് രാഹുൽ ഗാന്ധിയെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശരി, നമ്മളിപ്പോൾ ഇടതുപക്ഷമാണെന്നുള്ളൊരു ബോധ്യത്തിലായിരുന്നു പാവം. അദ്ദേഹം ആ നിലയ്ക്ക് തന്നെയാണ് ആ കാര്യത്തെ ഇതങ്ങനെയാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നിതാന്ത ശത്രു എന്ന നിലയ്ക്ക് മാറിയിട്ടുണ്ട് അദാനി. കാരണം നരേന്ദ്രമോദിയും അദാനിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് നേരിട്ട് എതിർക്കേണ്ട ഒരാളാണ് അദാനി എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം അതിനെ വിലയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലും അദ്ദേഹം തെറ്റിച്ച് പറഞ്ഞു എന്നുള്ളതാണല്ലോ ഇന്നിപ്പം ജോൺ ബ്രിട്ടാസ് പറയുന്നത്. അതായത് 2015 ഈ വിഴിഞ്ഞം കരാറ് അദാനിക്ക് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് മാത്രമല്ല, ഈ കേരളം ഏത് അളവിലത് ചർച്ച ചെയ്തു. ഈ ആളുകളുടെ ഷോർട്ട് മെമ്മറി കാരണം ഇതിനെക്കുറിച്ചൊക്കെ അങ്ങ് മറന്നു പോകുന്നതല്ലേ. ഈ അദാനി വരുമ്പോൾ അദാനി മാത്രം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നാണ് അദാനിക്ക് ഇത് അവാർഡ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് തന്നെ അന്ന് വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ ചർച്ചയായി, വലിയ വിമർശനങ്ങളായി. പക്ഷേ ഈ പദ്ധതി ഇനി അങ്ങോട്ട് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഈ അദാനിയെ വെച്ച് മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുകയാണ് എന്നാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ച് പദ്ധതിയുമായി പിന്നീട് മുന്നോട്ട് പോകുന്നത്. 2017 CAG റിപ്പോർട്ടിൽ 29,000 കോടി രൂപയുടെ അധിക ലാഭം അദാനിക്ക് നേടിക്കൊടുക്കുന്ന തരത്തിലാണ് ഉമ്മൻചാണ്ടി ആ കരാറിൽ ഏർപ്പെട്ടത് എന്നുള്ള വിവരം വന്നു. അതിനുശേഷം ജുഡീഷ്യൽ കമ്മീഷനെ ഓർമ്മയില്ലേ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം പോയതിനു ശേഷം SR പോയി എല്ലാം പോയതിനു ശേഷം അപ്പോൾ ഇത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ആ ജുഡീഷ്യൽ കമ്മീഷനാണ് ഭാഗികമായി ഇത്തരത്തിലൊരു അഴിമതി എന്ന നിലയ്ക്ക് ഇത് പറയാൻ കഴിയില്ല എന്നതിലേക്ക് മാറ്റിയത്. എങ്ങനെയാണ് അതാണ് സാധാരണ 30 വർഷം എന്നുള്ള കരാറ് 40 വർഷമാക്കി നീട്ടിക്കൊടുക്കുക മാത്രമല്ല, അത് വേണമെങ്കിൽ പിന്നീട് 20 വർഷം കൂടി നീട്ടാവുന്ന തരത്തിലാണ് ആ കരാറിൻ്റെ ഘടനയുണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഏകപക്ഷീയമായി അദാനിക്ക് ലാഭമുണ്ടാക്കാവുന്ന തരത്തിൽ അധികം തുക കേരളം വിനിയോഗിക്കുമ്പോൾ പോലും അതിൻ്റെ ലാഭത്തിൻ്റെ പങ്ക് മുഴുവൻ അദാനിക്ക് ഇരിക്കട്ടെ എന്ന മറ്റുള്ളൊരു കരാറുണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു മുന്നണിയെ നയിക്കാൻ പ്രാപ്തനല്ല. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് അതറിയില്ലെങ്കിൽ, കാരണം അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു മുന്നണിയെ നയിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷം ഇവരിടതുപക്ഷം അല്ല എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. പിന്നെ അപ്പോൾ അദാനിയുമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ച് ഇതിപ്പോൾ എനിക്കിത് വേറൊരു കാര്യം കൂടിയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആത്യന്തികമായി ഒരു രാഹുൽ ഗാന്ധിക്ക് ഈ അദാനിയോടുള്ള വിരോധം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനകത്തും ഒരു അബദ്ധമുണ്ട്.
ഇന്ത്യ എന്നുള്ളത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ രാജ്യമാണ്. അപ്പോൾ ഇവിടെ വി ഡി സതീശൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? കേരളത്തെ അദ്ദേഹം തന്നെയാണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ തുറമുഖ നഗരമായി കേരളത്തെ മൊത്തത്തിൽ മാറ്റി തീർക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ഇനി അങ്ങോട്ട് തുറമുഖങ്ങളിലൂടെയുള്ള കേരളത്തിൻ്റെ വളർച്ചയാണ് കാണാനിരിക്കുന്നത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായിട്ട് അദാനിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. വേറെ കമ്പനികളില്ലാഞ്ഞിട്ടൊന്നുമില്ല, പലരെയും കൊണ്ടുവരാൻ പുറത്തുനിന്നൊക്കെ. ഡി പി വേൾഡ് മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ഡി പി വേൾഡിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നോക്കണം. പക്ഷേ പല കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷേ അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. തുറമുഖവുമായി ബന്ധപ്പെട്ടത് കേരളത്തിൽ നടപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വി ഡി സതീശൻ അദാനിയുടെ ഡയറക്ടറെ മംഗലാപുരത്ത് സ്റ്റാർട്ടഡ് ഫ്ലൈറ്റിൽ പോയി കണ്ടു എന്നുള്ള ആരോപണം അത് മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല. അത് എവിടുന്ന് വന്നതാ? അവിടെ തന്നെ വന്നു, കോൺഗ്രസിൽ നിന്ന് വന്നതാണല്ലോ. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് വന്ന സംഗതിയാണ്. അപ്പോൾ ആ മട്ടിൽ ചർച്ചകളെ പ്ലേസ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇത് കേരളത്തിൽ ഈ ചർച്ച തന്നെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് തന്നെ കേരളത്തിന് ചെറുതല്ലാത്ത കുഴപ്പങ്ങൾക്ക് കാരണമാകും. അത് വി ഡി സതീശൻ്റെയും ഭരണനിർവഹണത്തിന് ബുദ്ധിമുട്ടാകും. ആ നിലയ്ക്കാണ് അദ്ദേഹം കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഈ താഴെത്തട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നേതാക്കൾ പറയുന്ന ആ വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വിശാലമായ ഒരു ചിന്ത അതിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഇനി അങ്ങോട്ട് ഈ കാറ്റിലും കോളിലും പെട്ടു പോകാനാണ് സാധ്യത. പിന്നെ CPIM ഇടതു പാർട്ടികൾ ഇങ്ങനെ ഒരു ചിന്ത പുലർത്തുന്ന ഒരു പാർട്ടിയാണ് നമ്മളെ നയിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് സ്വന്തം നിലയ്ക്ക് പണിയെടുക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വല്ല പിന്തുണയും കൊടുക്കണമെങ്കിൽ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് വർഷം പറഞ്ഞതിനോട് തന്നെയാണ് എൻ്റെ ചർച്ച. അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതായത് അവർക്കിനി അതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല. CPM-നും CPI-ക്കും ഇന്ത്യ മുന്നണിക്കകത്ത് ഇരിക്കുക എന്ന് വെച്ചാൽ അപമാനിതരായിട്ടിരിക്കുക എന്നതല്ലാതെ ഒന്നുമില്ല എന്നാണ് ഇന്നിപ്പോൾ ഇത് നമ്മളാരും പറഞ്ഞല്ല, ജോൺ ബിട്ടാസ് നേരിട്ടിറങ്ങിയെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജോൺ ബിട്ടാസിനോട് ചോദിക്കുമ്പോൾ ജോൺ ബിട്ടാസ് NK പ്രേമേന്ദ്രൻ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞത്രേ, ഈ രാഹുൽ ഗാന്ധി നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോൾ അവിടെ അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് മാധ്യമങ്ങളോട്, അത് ശരി, ഇന്ത്യ മുന്നണി യോഗത്തിനകത്ത് നടന്ന കാര്യങ്ങൾ NK പ്രേമേന്ദ്രൻ വന്ന് പുറത്ത് നിങ്ങളോട് പറഞ്ഞു അല്ലേ, എന്നാൽ പിന്നെ ഞാനും പറയാമല്ലോ. സാധാരണ അതുപോലത്തെ ഒരു യോഗത്തിനകത്ത് നടന്ന കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. പക്ഷേ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാനും പറയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന കാര്യം പറയുന്നത്. അപ്പോൾ ആ ജോൺ ബിട്ടാസ് തന്നെയും സമ്മതിക്കുന്ന, ഇപ്പോൾ ഇങ്ങനെയാണ് നടന്നതെന്ന് വെച്ച് നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുനിന്ന് നോക്കുന്ന ആണെങ്കിൽ പിന്നെ ഇവർ അപമാനിതരാണ് അവിടെ. കാരണം നിങ്ങൾ ഇടതുപക്ഷമേ അല്ല എന്ന് അത് നയിക്കുന്ന രാഹുൽ ഗാന്ധി ഇവരോട് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇടതുപക്ഷമേ അല്ല. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് വർഷം വിശദീകരിച്ചു, ഇടതുപക്ഷമേ അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഇടതുപക്ഷ പാർട്ടികളാണ് എന്താണ്, നിങ്ങളതല്ല, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞപ്പോൾ തീർന്നു. പിന്നെ ഹർഷം പറഞ്ഞ കാര്യം കറക്റ്റാണ്, ഞാനത് പറയാതിരുന്നതാണ്. അതായത് ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണെന്ന് വി ഡി സതീശൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞാണെന്ന് ഞാനും വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ലീഡ് ചെയ്യുന്നത് വി ഡി സതീശനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും കുറച്ച് സന്തോഷം ഉണ്ടാകും. പക്ഷേ എനിക്ക് ശരിക്കും തോന്നുകയാണ് ഇതിനകത്ത് ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ബി രാജീവൻ തെരഞ്ഞെടുപ്പ്, നമ്മുടെ അദ്ദേഹം ബുദ്ധിജീവിയായിട്ടുള്ള ബി രാജീവൻ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് എവിടെയോ എഴുതിയ ലേഖനത്തിലെയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലെയോ മറ്റോ ഒരു ഭാഗം മനോരമയുടെ ഈ വാചകമേളയിൽ വന്നത് ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയാണ്, കോൺഗ്രസിൻ്റെ പഴയ ഗവൺമെൻറ്റുകളിൽ മേലാള വർഗ്ഗങ്ങളുടെ താല്പര്യങ്ങൾക്കായിരുന്നു ഊന്നൽ. ഇന്ന് ഇന്ത്യൻ മേലാളരുടെ പാർട്ടി BJP ആണ്. ആ നിലയ്ക്ക് ദരിദ്ര കീഴാള ജനകോടികളുടെ പാർട്ടിയുടെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള ബാധ്യത ഇന്ന് കോൺഗ്രസിനാണ്. അതിനാൽ സർക്കാർ കാര്യം മുറപോലെ എന്ന മറ്റുള്ള ശൈലി കൈവിട്ട് ഉറച്ച തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ബോധപൂർവ്വവും നിർമ്മാണാത്മകമായ ഭരണശൈലി പുതിയ ഗവൺമെൻറ് കൈക്കൊള്ളണം. വി ഡി സതീശൻ സർക്കാരിനോട് പറയണം. പക്ഷേ അതിന് ആദ്യ ഭാഗം നമ്മൾ ആക്കണം. അതായത് BJP ആണ് മേലാളരുടെ പാർട്ടി. ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്ന ഇടത്ത് ഇപ്പോൾ BJP എത്തിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളിതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ രാജ്യത്തെ വലതുപക്ഷം എന്നത് BJP ആയി മാറിക്കഴിഞ്ഞു. BJP കുറേ കാലത്തേക്ക് കൂടെ ആ പദവി അലങ്കരിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം ജനസാമാന്യത്തിനകത്ത് ഉണ്ടാക്കുന്ന ഒരു വലതുപക്ഷ പാർട്ടിയായിട്ട്, വലതുപക്ഷം ഓരോ രാജ്യത്തുള്ള വലതുപക്ഷം എന്ന് പറയുന്ന ആ ഏരിയയെ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് BJP നിൽക്കുകയാണ്. ഇനി പിടിക്കാനുള്ളത് ആ ഏരിയയിലോട്ട് മുട്ടിയിടുന്ന കാര്യമില്ല, ഇടതുപക്ഷത്തിൻ്റെ ഭാഗം ഞങ്ങൾക്കുണ്ടെന്ന് വെച്ചാൽ ഇദ്ദേഹം ബി രാജീവൻ പറഞ്ഞതുപോലെ മേലാളരുടെ താല്പര്യങ്ങൾ നടപ്പാക്കുന്ന സംവിധാനമായിട്ട് BJP മാറിയതോടെ താഴെയുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പാർട്ടിയായിട്ട് നിൽക്കാൻ നമുക്കാണ് അത് ചെയ്യേണ്ടത്. ഇനി ആ ഏരിയയാണ് നമ്മൾ പിടിക്കേണ്ടത് എന്നതാണ് കോൺഗ്രസിൻ്റെ ബുദ്ധിയുള്ള ലീഡേഴ്സ് മനസ്സിലാക്കേണ്ടത്. ആ കൂട്ടത്തിൽ വി ഡി സതീശൻ നേരത്തെ ഉള്ളതുകൊണ്ടാണ് രണ്ടോ മൂന്നോ വർഷം മുമ്പ് അദ്ദേഹം നമ്മളുമായിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പല ആളുകൾ
ആളുകൾക്ക് ഇത് എന്താണ് ഈ പറയുന്നതെന്നുള്ള മറ്റൊരു ചിരിയായിരുന്നു. പക്ഷേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം എന്ന ടെൻറ്റിനകത്ത് നിന്ന് ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന ശക്തിമത്തായിട്ട് നിൽക്കുന്ന ഈ ഒട്ടകം ആ സ്ഥലം കൊടുത്ത അല്ലെങ്കിൽ നേരത്തെ അത് കാര്യം കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ പുറത്താക്കാൻ നോക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അത് CPM മനസ്സിലാക്കുകയാണെങ്കിൽ CPM അതിനകത്ത് അവരോട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ അവരുടെ ഏരിയ ഒക്യുപ്പ് ചെയ്യാൻ നോക്കുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കാതെ ഇങ്ങ് ഇറങ്ങിപ്പോരുന്നതെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെന്താ ഒരു കൂട്ടിനകത്ത് പരസ്പരം പോരടിക്കുന്ന രണ്ട് ജീവികളെ പിടിച്ചിട്ടിരിക്കുന്ന പോലെയാണ്. അതിനകത്ത് കൂടുതൽ ശക്തിയുള്ള പാർട്ടിയല്ലേ ജീവിയല്ലേ വിജയിക്കൂ, മറ്റേ തട്ടുകളയില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM CPIയും ദുർബലമാണ് എന്ന് നമ്മൾ കാണണം. പിന്നെ CPMനെയും CPIയെയും അവർക്ക് ആവശ്യമുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേതാണ്? UPA സർക്കാരുകളുടെ കാലം. അന്ന് ഇവർക്ക് ശക്തി ഉണ്ടായിരുന്നു. എത്ര 40-40 സീറ്റില്ലേ? പിന്നെ 60 ഇടതുപക്ഷത്തിന് ആകെപ്പാട് അത്രയും സീറ്റുള്ള സമയത്ത് ഈ പറയുന്ന സോണിയാഗാന്ധിയേക്കാൾ സൂപ്പർ ലീഡറായിട്ട് സോണിയാഗാന്ധിയുടെ ഉപദേശിയായിട്ട് നിന്നത് CPMന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു. ആ കാലം കടന്നു വർഷ. ഇപ്പോൾ ആരാ അവിടെയുള്ളത്? രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ. അതിനുശേഷം സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ട് ബഹുമാനമുള്ള ഇദ്ദേഹം വലിയ ലീഡറാണെന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്ന ഒരാളവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരാളത്? MA ബേബിയോട് അദ്ദേഹത്തിനൊന്നും ആ നിലക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു ഹിന്ദി ബെൽറ്റിലെ നേതാവിനെ ഇവർക്ക് വേണമെന്ന് തോന്നുന്നില്ല. വോട്ട് ശതമാനത്തിൽ അവർക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് അവരെ സഹായിക്കേണ്ടുന്ന ആളുകൾ ആയിട്ടില്ല കോൺഗ്രസ്സിന്. അവരെ സംബന്ധിച്ച് കേരളത്തിലാണ് CPM CPI ഉള്ളത്. പക്ഷേ അവിടെ ശത്രുക്കളുമാണ്. അവരോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കുക. ഇപ്പോൾ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ പാർട്ടിയായിരുന്നു, മൂന്നാമത്തെ പാർട്ടിയായിരുന്നു ഈ പ്രതിപക്ഷത്തിനകത്തെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു DMK. തമിഴ്നാട്ടിൽ അവരോട് മുട്ടാൻ ധൈര്യമുള്ള കോൺഗ്രസ്സിന് ഒരു സീറ്റും ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ഇത്രമാത്രം എണ്ണക്കുറവുള്ള CPMനെ CPIയെ എന്തിന് അവർ കൊണ്ടുപോകണം? പിന്നെ നേതാക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ സീതാറാം യെച്ചൂരി ഇല്ല, സുർജിത്തില്ല, അഖിലേഷ് യാദവ്, മമതാ ബാനർജി, ഒമർ അബ്ദുള്ള എന്ന് തുടങ്ങിയിട്ടുള്ള ഹിന്ദി ബെൽറ്റിലും ആ ഏരിയയിലൊക്കെ നല്ല ലീഡർഷിപ്പ് ആയിട്ടുള്ള ആളുകൾ അവർക്കൊപ്പം ഉണ്ടാകുമ്പോൾ എന്തിനാണ് CPMും CPIക്കും CPIയുടെയും പിന്നെ ഒരു സൗഹൃദം ചങ്ങാത്തം രാഹുൽ ഗാന്ധിക്ക് വേണ്ട. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആവശ്യമില്ല. വ്യക്തിപരമായിട്ട് നേതാക്കളോടും മമതയില്ല. ഇവരുടെ ഇടതുപക്ഷത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ ഇടതുപക്ഷത്തെ ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന കാര്യം ഒക്യുപ്പ് ചെയ്യാനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് CPMനും CPIക്കും മുന്നിൽ ഇപ്പോഴുള്ളൊരു കാര്യം ഇറങ്ങി വരിക, എന്നിട്ട് അവരുടേതായുള്ള പക്ഷത്തെ ശക്തിപ്പെടുത്താൻ നോക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നോക്കുക. അത് കുറച്ച് കഠിനമായിരിക്കും, പക്ഷേ അത് ചെയ്യുക എന്നുള്ളൊരു വഴിയാണ് അവരുടെ മുമ്പിലുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ കൂടെ രാഷ്ട്രീയമായിട്ട് ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ കേട്ടിട്ട് കാര്യങ്ങൾ നോക്കണം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞെടുത്താൽ ഒറ്റ കാര്യം കഴിഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി നമ്മൾ ഈ നരേന്ദ്രമോദി നിൽക്കുന്ന ഈ ഭരണപക്ഷത്തിൽ എതിർപക്ഷത്തെ ഏറ്റവും വലിയ നേതാവെന്ന് കണക്കാക്കുമ്പോൾ വളരെ സില്ലിയായിട്ടാണോ ഈ കാര്യങ്ങളെ കാണുന്ന ഇദ്ദേഹം എന്ന തോന്നലുണ്ടാക്കുന്ന സംഭവമായി ഈ അദാനിയുടെ കാര്യം പറഞ്ഞു. അത് ഹർഷൻ വിശദമായിട്ട് പറഞ്ഞു. അതായത് ഒരു പോയിന്റ് എടുത്തിട്ട് ഒരു ഇന്ത്യ സഖ്യ യോഗത്തിനകത്ത് ഉന്നയിക്കുമ്പോൾ ആ പോയിന്റിൻ്റെ ഫാക്ച്വൽ ആയിട്ടുള്ള സംഗതിയെക്കുറിച്ച് ഇടതുപക്ഷമാണ് നിങ്ങൾ ഇടതുപക്ഷമല്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ രാഷ്ട്രീയമായ കാര്യങ്ങൾ, അതിനകത്ത് ഈ പറയുന്ന അടിത്തറയൊക്കെ ഉണ്ട്. പക്ഷേ അദാനിയെ നിങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ആ ഫാക്ച്വലായിട്ടുള്ള സംഗതികളിൽ ഇത്രമാത്രം ഗൗരവമില്ലാതെയാണോ കാര്യങ്ങൾ കാണുന്നതെന്ന് സംശയം ഉണ്ടാകും. ഇപ്പോൾ രാമേന്ദ്ര ഗുഹയെ പോലെ ഒരാൾ നേരത്തെ മുതലേ രാഹുൽ ഗാന്ധി എതിർക്കുകയാണ്. ഇപ്പോൾ സമീപ ഇയാൾക്ക് ഗൗരവമില്ല എന്ന് പറഞ്ഞ് എതിർത്തു. അതിനെ ശശി തരൂർ വന്നിട്ട് രാമേന്ദ്ര ഗുഹയ്ക്ക് മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി സില്ലിയായിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെന്ന് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നൊരു കാലത്ത് അദ്ദേഹം അങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരാധകർക്ക് തന്നെയും തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ എന്ന് വിചാരിക്കുക. ഹർഷ പറ. അല്ല, അതിനകത്ത് എനിക്ക് ഇന്നിപ്പോൾ ആദ്യം ഈ യോഗത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗത്തിനുള്ളിലും പിന്നീട് പുറത്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്തത് NK പ്രേമചന്ദ്രനാണല്ലോ. അത് വളരെ കൗതുകകരമായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്. ഇടതുപക്ഷം എന്നത് ഞങ്ങളാണ് എന്നുള്ള ബോധ്യത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളല്ല ഇടതുപക്ഷം എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനൊപ്പമാണ് ഇദ്ദേഹം നിൽക്കുന്നത്, NK പ്രേമചന്ദ്രൻ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തോന്നും, ചെയ്ത് കണ്ടോ ഒരു RSP നമുക്കൊപ്പമാണല്ലോ എന്നുള്ള തോന്നലും കൂടെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. ചുവന്ന കൊടി കുടിക്കുന്ന ഒരു പാർട്ടിയാണ് സഖാവ് എന്നൊക്കെ തന്നെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ തിരക്കേടില്ലാതെ പെർഫോം ചെയ്ത് 3 പേരെ MLA വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മന്ത്രിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ്, ഇപ്പോൾ ഒരു വലിപ്പമുള്ള പാർട്ടിയായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഈ പ്രേമചന്ദ്രനോട് തന്നെ ചോദിക്കേണ്ടത് ബംഗാളിലെ RSPക്ക് ഈ അഭിപ്രായമുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ബംഗാളിലും RSP ഉണ്ടല്ലോ സനീഷ്. നമ്മൾ ഈ 2000-ന്റെ തുടക്കത്തിലൊക്കെ ഈ RSP യോഗങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഓർമ്മ ഈ PMG ജംഗ്ഷനിലുള്ള RSPയുടെ ഓഫീസിന് മുറ്റത്ത് ഇങ്ങനെ മന്ത്രിമാർ വന്ന വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കും. ഇവിടുത്തെ ബംഗാളിൽ നിന്നൊക്കെയുള്ള വന്ന മന്ത്രിമാരൊക്കെ ആയിട്ട് വലിയൊരു സംഘടനാ ബലമുള്ള ഒരു സംവിധാനം തന്നെയായിരുന്നു RSP എന്ന് പറയുന്ന പാർട്ടി. പിന്നീട് അതിങ്ങനെ ഈ ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടി എന്ന് പരിഹസിക്കപ്പെട്ട്, അതായത് അതിൻ്റെ വലിപ്പം കുറഞ്ഞ് ശോഷിച്ച് പലതായി പിരിഞ്ഞ് കേരള കോൺഗ്രസിനേക്കാൾ കൂടുതൽ കഷണങ്ങളായി മാറുകയൊക്കെ ചെയ്ത് വന്നിട്ട്
അവർ ഇതിനകത്ത് നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷം എന്നതുകൂടിയാണ്. അദ്ദേഹത്തിനൊരു അവസരമായി കണ്ടിട്ടാണ് ഇത് ഈ CPM-ഉം CPI-യും ഒന്നും ഇടതുപക്ഷമല്ല, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് രാഹുൽ ഗാന്ധിയെ കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അവിടെ നിന്ന് അതിനുവേണ്ടി വാദിച്ചത് എന്നുകൂടിയാണ് അതിനകത്തുള്ള തമാശ. അവിടെ ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുന്നണിക്കുള്ളിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് കൊല്ലത്ത് CPI-ക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡി രാജ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഈ പരാമർശത്തിനെതിരെ അദ്ദേഹം അവിടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ പ്രേമേന്ദ്രനുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായി ആശയപരമായി കൂടി വ്യക്തതയില്ലാതെ ഇവർ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുന്നണിക്ക് തന്നെ അല്ലെങ്കിൽ ഈ പാർട്ടികൾക്ക് തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തന്നെ കുഴപ്പമാണ്. അതുകൊണ്ട് ആ ബോധ്യത്തോടെ ഈ മുന്നണി വിടുന്നതായിരിക്കും നല്ലത്. ഒറ്റ കാര്യം കൂടെ പറയട്ടെ, അതായത് ഇപ്പോൾ പക്ഷേ രാഹുൽ ഗാന്ധി ഈ ചെയ്തിരിക്കുന്ന ഈ കാര്യം CPM-നും CPI-ക്കും ഗുണപരമായൊരു ആംഗിൾ കൂടെ നൽകുന്നുണ്ട്. എന്താണെന്നറിയോ, അതായത് കേരളത്തിൽ ഇത്ര വലിയ തിരിച്ചടി CPM-നും CPI-ക്കും ഇടതുപക്ഷത്തിനുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നമ്മളൊക്കെ കുട്ടികളായിരുന്നു, ഒരു 20 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് വിരുദ്ധത കേരളത്തിലില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിലെ ഭരണശക്തിയായിരുന്ന കാലത്ത് ഇവിടെ കോൺഗ്രസ് വിരുദ്ധത അതിശക്തമായിരുന്നു ഇടതുപക്ഷ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കിടയിൽ. പിന്നെ ഇപ്പോൾ നമ്മൾ ബി രാജീവൻ്റെ ടെക്സ്റ്റ് കണ്ടതുപോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ ആ കാലത്ത് കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധതയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് 2016 നരേന്ദ്രമോദി വരികയും ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ കോൺഗ്രസും ഇവരും ചേർന്നുള്ള ഒന്നിച്ചുള്ള സഖ്യമായതോടെ കോൺഗ്രസ് വിരുദ്ധത ദുർബലപ്പെട്ടു. കോൺഗ്രസ് വിരുദ്ധത ദുർബലപ്പെട്ടതോടു കൂടിയിട്ടാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPM-കാർക്ക് പോയി കൈ ചിഹ്നത്തിൽ ആഞ്ഞാഞ്ഞ് കുത്താൻ ഉള്ള ചങ്കുറപ്പ് കുറേ അങ്ങ് മാറിപ്പോയത്, ഒരു ചങ്കുവേദന മാറിപ്പോയതുകൂടെ ഈ കോൺഗ്രസ് വിരുദ്ധ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിന് വല്ലാതെ ഡൈല്യൂട്ടഡ് ആയിപ്പോയി. അതായത് ഭരണഘടന, നെഹ്റു, ഗാന്ധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനം കോൺഗ്രസ് കൊള്ളാവുന്നൊരു പാർട്ടിയാണ് എന്ന മട്ടിൽ ആ വിരുദ്ധത അങ്ങ് പോയി. ആ വിരുദ്ധത ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിച്ചാലേ കേരളത്തിലെ CPM-നും CPI-ക്കും ഇനിയൊരു നല്ല ശക്തമായിട്ടുള്ള മുന്നോട്ട് വരവൊക്കെ ഉണ്ടാവുമോ. അപ്പോൾ ആ കോൺഗ്രസ് വിരുദ്ധത ഉണ്ടാക്കാനുള്ള ഒരു നൂല് രാഹുൽ ഗാന്ധി ഇട്ട് തന്നിരിക്കുന്നു എന്നുകൂടെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരുടെ പണിയെടുത്താൽ ഒരുപക്ഷെ ഇവർക്ക് ഗുണം ചെയ്യും. സീരിയസ് ആയിട്ട് നമ്മളെക്കാൾ കാര്യങ്ങളെ കണ്ട് ശേഷിയുള്ള ആളുകൾ അതിനകത്തൊക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മളിത് പറയുന്നതല്ലേ ഉള്ളൂ അല്ലേ. കേരളത്തിൽ ഇടത് നേതാക്കളെ BJP-യുമായി കൂട്ടിക്കെട്ടാൻ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രമിച്ചത് ഇന്ത്യ മുന്നണി യോഗത്തിൽ വലിയ ചർച്ചയ്ക്കും തർക്കങ്ങൾക്കുമാണ് വഴിവെച്ചത്. എല്ലാ വിമർശനങ്ങളും സ്വീകരിക്കുന്നെന്നാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പറഞ്ഞവസാനിപ്പിച്ചത്. പ്രാദേശിക കക്ഷികളെ ഇനിയെങ്കിലും കോൺഗ്രസ് അംഗീകരിക്കണമെന്ന അഖിലേഷ് യാദവിൻ്റെ പരാമർശവും ശ്രദ്ധേയമാണ്. DMK സഖ്യം വിട്ടതോടെ 30 MP-മാരെയാണ് ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായത്. തൃണമൂലിലെ 20 MP-മാർ NDA-യിലെത്തിയേക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിക്കുണ്ടാകുന്ന തിരിച്ചടി വലുതായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി DMK മൂന്നാം മുന്നണി രൂപീകരിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ സഖ്യത്തിലുള്ള പല പാർട്ടികളും DMK-യോടൊപ്പം നിന്നേക്കും എന്ന സാധ്യതയും തള്ളിക്കളയാനൊന്നുമാകില്ല. വൺ ഇന്ത്യ വൺ ഇലക്ഷനും സ്ത്രീ സംവരണ ഭേദഗതി ബില്ലുമെല്ലാം പാസ്സാക്കിയെടുക്കാൻ കേന്ദ്രം കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ത്യ മുന്നണിയിലെ തമ്മിലടി എന്നതാണ് ഏറെ കൗതുകം. എന്തായാലും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സാധിക്കുമോ എന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്.